എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 12ാം ഭാഗമാണ്. ഇതെങ്ങനെയുണ്ട് ആഷ്ലിൻ? മാളിനുള്ളിലെ കൂളിംഗ് ഗ്ലാസും ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസും വിൽക്കുന്ന ഐ സെന്റർ എന്ന കടയിൽ കയറി നീലയും ബ്ലാക്കും കൂടിയ ഫ്രെയിമുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് ആഷ്ലിന്റെ മുഖത്ത് വെച്ചു കൊടുത്തിട്ട് ആദി ചോദിച്ചു, ഇതെന്തിനാ മാഷേ? തനിക്ക് ഇഷ്ടപ്പെട്ടോ? അവൾ മൂളി. പിന്നെ ഇതൊക്കെ വേണോ എന്ന രീതിയിൽ അവൾ ആദിയെ നോക്കി. ഇരിക്കട്ടെടോ, ആദി ചെറുചിരിയോടെ പറഞ്ഞു. ആദി അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്തു. പിന്നെ ആഷ്ലിനെയും കൂട്ടി അടുത്ത ലേഡീസ് ഷോപ്പിൽ കയറി. ആ ഷോപ്പിലെ ലേഡീസ് സ്കാർഫ് ഇരിക്കുന്ന ഇടത്തിലേക്ക് അവളെയും കൂട്ടി ആദി നടന്നു. സ്കാർഫിന്റെ സെക്ഷനിൽ നിന്നും അവൾ ധരിച്ച ഡ്രസ്സിന് മാച്ചായ ഒരു സ്കാർഫ് സെലക്ട് ചെയ്തു. അത് അവളുടെ കഴുത്തിൽ ആദി ധരിപ്പിച്ചു കൊടുത്തു. ആഷ്ലിൻ ഒന്നും മനസ്സിലാകാതെ നിന്നു. അതിന്റെ ബില്ലും ആദി സെറ്റിൽ ചെയ്തു. മാഷെ മാളിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആഷ്ലിൻ വിളിച്ചു. ആദി ഒന്ന് നിന്നു. അവളുടെ നേരെ നോക്കി. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ മാഷെ ഇതൊക്കെ? അവളുടെ കണ്ണുകളിലും നീർമുത്തുകൾ നിറഞ്ഞിരുന്നു. ആദിയുടെ സ്നേഹവും കരുതലുമൊക്കെ അവളുടെ കണ്ണ് നിറയാൻ കാരണമാക്കി. തന്നെ ഒരു തവണ കൂടി ഇതുപോലെ കാണണമെന്ന് തോന്നി. ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടായില്ലെങ്കിലോ? ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആഷ്ലിൻ അറിയാതെ തന്നെ ചോദിച്ചുപോയി, എന്താ പറഞ്ഞത് മാഷേ? ഹേയ്, ഒന്നുമില്ലടോ, ഞാൻ വേറെന്തോ. ഓക്കെ, താനത് വിട്. വന്ന് വണ്ടിയിൽ കയറൂ. ആദി മുഖത്ത് ചെറുചിരി വരുത്തിക്കൊണ്ട് ആഷ്ലിനോട് പറഞ്ഞു. ആദി എന്തൊക്കെയോ കണക്ക് കൂട്ടിയതുപോലെ ആഷ്ലിന് തോന്നി. പക്ഷെ ആദിയോടൊന്നും ആഷ്ലിൻ ചോദിക്കാൻ നിന്നില്ല. അവനൊപ്പം ആ വണ്ടിയിൽ ആഷ്ലിനും കയറി. ഫുട്പാത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ നിഴലുകൾ നിറഞ്ഞ ആളൊഴിഞ്ഞ റോഡിലൂടെ അവരുടെ കൈനറ്റിക് സഞ്ചരിച്ചു. മാഷെ, ഇവിടെയൊന്ന്. ആഷ്ലിന്റെ വിരലുകൾ ആദിയുടെ തോളിൽ പതിഞ്ഞു. ആഷ്ലിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ആദി ഫുട്പാത്തിനോട് ചേർന്ന് തൂവെള്ളയിൽ കുളിച്ച മനോഹരമായ ഒരു പള്ളിയുടെ മുന്നിൽ കൈനറ്റി കൊണ്ട് നിർത്തി. ആഷ്ലിൻ ആദ്യം നടന്നു. ആഷ്ലിനെ അനുഗമിച്ച് ആദിയും. അവർ ആ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ആഷ്ലിൻ രൂപക്കൂടിന് മുന്നിൽ മുട്ടുകുത്തി നിന്നു. ആദിയും അവൾക്കരികിൽ മുട്ടുകുത്തി നിന്നു. അവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ മുഴുകി. ആഷ്ലിനും ആദിയും അല്ലാതെ ആരും ആ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ദൈവം അവർക്ക് മുന്നിൽ അവരുടേതായ ലോകം സൃഷ്ടിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആദി മിഴികൾ തുറന്നു. രൂപക്കൂട്ടിലെ ഈശോമിശിഹായെ ഒന്ന് നോക്കിയ ശേഷം തന്റെ അരികത്തായിരിക്കുന്ന ആഷ്ലിനെ ആദി നോക്കി. ആഷ്ലിൻ. അവൾ കണ്ണുകൾ അടച്ച് ഇപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. അവളുടെ മിഴികളിൽ നിന്നും കണ്ണീരൊഴുകി വെളുത്ത മാർബിൾ തറയിൽ പതിക്കുന്നു. ആ കാഴ്ച ആദിക്ക് അധിക നേരം കണ്ടിരിക്കാൻ സാധിച്ചില്ല. ആദി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞു. ഇച്ചായ എന്നുള്ള ആഷ്ലിന്റെ വിളി കേട്ട് ആദി ഒന്ന് നിന്നു. ആദി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളാൽ നിൽക്കുന്ന ആഷ്ലിൻ. ഇച്ചായൻ എന്നെ വിട്ടുപോകല്ലേ, എനിക്ക് പറ്റുന്നില്ല ഇച്ചായനില്ലാതെ. ആഷ്ലിൻ ആദിയുടെ മാറിലേക്ക് ചാഞ്ഞ് ആദിയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഷ്ലിന്റെ ആ പെരുമാറ്റം ആദിയെ ഒരു നിമിഷം നിശ്ചലമാക്കി. അവളുടെ കളങ്കമില്ലാത്ത സ്നേഹം മനസ്സിലാക്കിയ ആദി അവളെ ആലിംഗനം ചെയ്തു. അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു. അവരുടെ ആ സ്നേഹത്തിന് സാക്ഷിയായി ഈശോമിശിഹായും. ആഷ്ലിൻ അവളുടെ കരച്ചിൽ ഒന്നടങ്ങിയപ്പോൾ ആദി വിളിച്ചു. അവൾ ആദിയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി ആദിയെ നോക്കി. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമായിരുന്നു അല്ലേ? ആദി ആനന്ദ കണ്ണീരോടെ ചോദിച്ചു. ഇച്ചായനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇച്ചായനില്ലാതെ ഈ ജീവിതം പെട്ടെന്നെന്തോ ആലോചിച്ച പോലെ ആഷ്ലിന്റെ വാക്കുകൾ നിന്നു. പാടില്ല. ആഷ്ലിൻ പെട്ടെന്ന് ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ആദിയിൽ നിന്നും അകന്നു. പാടില്ല, ഇച്ചായനെ വിഷമിപ്പിക്കാൻ പാടില്ല. ആഷ്ലിൻ ആരോടെന്നില്ലാതെ പിറുപിറുത്തു. ആഷ്ലിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം ഉൾക്കൊള്ളാൻ ആദിക്കായില്ല. ആഷ്ലിൻ, അവൻ വിളിച്ചു. അവന്റെ വിളി അവൾ കേട്ടില്ല. അവൾ വേറെന്തോ ചിന്തയിലാണെന്ന് ആദിക്ക് തോന്നി. ആഷ്ലിൻ അവളുടെ ഇരുതോളിലും പിടിച്ച് ആദി വിളിച്ചു. ആഷ്ലിൻ, തനിക്ക് എന്താ പറ്റിയത്? ഇല്ല മാഷെ, നമ്മൾ തമ്മിൽ ശരിയാവില്ല. വേണ്ട, എന്നെ മറന്നേക്കൂ മാഷെ. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? വേണ്ട മാഷെ, നമ്മൾ തമ്മിൽ. മാഷിനെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്നെ മറന്നേക്കൂ. തോളിൽ വെച്ച ആദിയുടെ കൈകൾ എടുത്തു മാറ്റി ആഷ്ലിൻ പറഞ്ഞു. ഒപ്പം അവൾ തിരിഞ്ഞു നടക്കാൻ ആഞ്ഞു. ആഷ്ലിൻ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ആദി വിളിച്ചു. ആഷ്ലിൻ, ഒരിക്കൽ എന്റെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് പോയതാ. വീണ്ടും അത് ആവർത്തിക്കുകയാണോ? ആഷ്ലിന് പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നിസ്സഹായതയോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. വീണ്ടും എന്നോട് കള്ളം പറഞ്ഞ് എന്നിൽ നിന്നും കാണാമറയത്ത് അകന്നു നിൽക്കാനാണോ ആഷ്ലിൻ ശ്രമിക്കുന്നത്? ആണോ ആഷ്ലിൻ? ആദി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്നും പറയാനാകാതെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആഷ്ലിന് തെറ്റി. ഇന്നെനിക്ക് എല്ലാം അറിയണം. എന്തുകൊണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നീ എന്നെ ഇഷ്ടമല്ല എന്ന കള്ളം വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ ആവർത്തിക്കുന്നു എന്ന് ആദി പറഞ്ഞു നിർത്തി. മാഷേ, ഞാൻ ആഷ്ലിൻ
ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം, ഇന്നും നീ മൗനം പാലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഈ ജന്മത്തിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയില്ല. ആദി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. മാഷേ, അവൾ ഒരു ഞെട്ടലോടെ വിളിച്ചു. അതെ ആഷ്ലിൻ, ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ച ഏറ്റവും അവസാനത്തേതായിരിക്കും. മാഷേ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയെങ്കിൽ പറ, എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കുന്നുവെന്ന്. അത് മാഷേ, ഞാൻ എങ്ങനെയാ പറയുക? ശരി, താല്പര്യമില്ലെങ്കിൽ വേണ്ട ആഷ്ലിൻ, പറയണ്ട. വാ, നമുക്ക് പോകാം. ആദി അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആദിയുടെ വാക്കുകൾ ആഷ്ലിനെ വീണ്ടും സങ്കടത്തിലാഴ്ത്തി. കുറച്ചുനേരം ആഷ്ലിൻ മൗനം പാലിച്ചു. ഞാൻ പറയാം. ആഷ്ലിന്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞപ്പോൾ അവൻ നിന്നു. ആദി തിരിഞ്ഞു നോക്കിയപ്പോൾ ആഷ്ലിൻ തലകുമ്പിട്ട് നിൽക്കുന്നു. മാഷെ, ആഷ്ലിൻ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു. ആദി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആഷ്ലിൻ പറഞ്ഞു തുടങ്ങി. ആഷ്ലിന്റെ വാക്കുകൾ ആദിയെ നിശ്ചലമാക്കി. ആദിയുടെ മിഴികൾ നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ആഷ്ലിൻ എല്ലാം പറഞ്ഞവസാനിപ്പിച്ചു. ഇല്ല, താൻ കള്ളം പറയുകയാണ് എന്നെ ഒഴിവാക്കാൻ, ആദി നിറകണ്ണുകളോടെ പറഞ്ഞു. പറ ആഷ്ലിൻ, ഞാൻ കേട്ടതൊക്കെ കള്ളമല്ലേ? ആഷ്ലിന്റെ ഇരുതോളിലും കുലുക്കിക്കൊണ്ട് ആദി ചോദിച്ചു. ഇല്ല മാഷെ, മാഷിപ്പോൾ കേട്ടതെല്ലാം സത്യമാണ്. അത് കേട്ടപ്പോൾ ആദി അവളെ വിട്ട് ഒന്ന് പുറകോട്ട് നീങ്ങി. ഇച്ഛായ, അവളുടെ വാക്കുകൾ കേട്ട് സ്തംഭനായി നിൽക്കുന്ന ആദിയെ അവൾ വിളിച്ചു. അവളുടെ വിളി കേട്ട് ആദി അവളെ നോക്കി. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഇച്ഛായ. ആദിക്ക് ഒന്നു മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് കാരണമാണ് ഞാൻ ഇച്ഛായനിൽ നിന്നും അകലം പാലിച്ചത്, അല്ലാതെ ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇച്ഛായനെ. ഇച്ഛായൻ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ കാലം മുന്നേ ഞാൻ ഈ മനസ്സിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. മെഡിസിന് പഠിക്കുന്ന കാലത്ത് ഇച്ഛായന്റെ കൃതികളിൽ ആകർഷിതയായി ഇച്ഛായനോട് ആരാധന മൂത്ത് പലതവണ ഇച്ഛായൻ കാണാതെ ഞാൻ പലയിടങ്ങളിലും ഇച്ഛായന്റെ നിഴലായി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ ഇച്ഛായനെ നോക്കി നിന്നിട്ടുണ്ട് പലയിടങ്ങളിൽ. ഒടുവിൽ കത്തുകളിലൂടെ എന്നെ ഇച്ഛായന് പരിചയപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒളിച്ചുകളി മതിയാക്കി ഇച്ഛായനുമായി കണ്ടുമുട്ടാം എന്ന് കരുതിയ സമയത്താണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ആളെ വീണ്ടും വിഷമിപ്പിക്കാൻ തോന്നിയില്ല. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടും ഞാൻ പോയി ഇച്ഛായനെ മറക്കാൻ. പക്ഷെ ആ ഒരു വർഷം കൊണ്ട് മറക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എന്നെനിക്ക് മനസ്സിലായി. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പലവട്ടം കാണാൻ കൊതിച്ചെങ്കിലും പരമാവധി കാണൽ ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. ഞാൻ അറിയാതെ തന്നെ എന്റെ മനസ്സ് ഇച്ഛായനെ തേടിയെത്തി. ഇച്ഛായനുമായി അകലം പാലിക്കാൻ മനസ്സ് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കിഷ്ടമായിരുന്നു ഇച്ഛായനെ. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഡി, ആദിയേട്ടൻ കൊള്ളാം കേട്ടോ. നിനക്ക് ആലോചിച്ചാലോ ഏട്ടനെ? ഒരു ദിവസം അനു അത് പറഞ്ഞപ്പോൾ സന്തോഷത്തേക്കാൾ ഏറെ വേദനയായിരുന്നു എനിക്ക്. ഇച്ഛായനെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു നാൾ എന്നോട് അത് തുറന്നു പറയും എന്നും അറിയാമായിരുന്നു. കപ്പേളയുടെ അവിടെ വെച്ച് ഇച്ഛായന്റെ മനസ്സ് തുറന്നപ്പോൾ എനിക്കത് തിരസ്കരിക്കാതെ നിവർത്തിയില്ലായിരുന്നു. ഇച്ഛായനെ വലിയൊരു ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാകുമായിരുന്നില്ല. അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ഈ ഇച്ഛായനെ, അവൾ അതും പറഞ്ഞ് തലകുമ്പിട്ടു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇച്ഛായ, ആഷ്ലിൻ പെട്ടെന്ന് ഞെട്ടി തലയുയർത്തി. ആഷ്ലിനേക്കാൾ വേഗത്തിൽ ആദിയുടെ കൈ ചലിച്ചു കഴിഞ്ഞിരുന്നു. ഈശോമിശിഹായെ സാക്ഷിയാക്കി ആഷ്ലിന്റെ കഴുത്തിൽ ആദി മിന്നണിയിച്ചു. ആഷ്ലിൻ സ്വന്തം കഴുത്തിലേക്ക് നോക്കി. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്. ഇച്ഛായന്റെ കൈകൊണ്ട് തന്റെ കഴുത്തിൽ ഒരു മിന്നൽ. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.